കനത്ത നാശനഷ്ടമുണ്ടായതിന് പിന്നാലെ മ്യാൻമാർ സൈനിക മേധാവി അന്താരാഷ്ട്ര സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അടിയന്തര സഹായമായി ഇന്ത്യ 15 ടൺ സാധനങ്ങൾ സൈനിക വിമാനത്തിൽ മ്യാൻമറിലേക്ക് അയച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ സ്മിത ഹരിദാസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് നൽകും. സ്മിത, എന്താണ് ഒടുവിൽ വരുന്ന വിവരങ്ങൾ? കൂടുതൽ ആളുകൾ ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു. അപകടത്തിൽ ഇരയായവരുടെ എണ്ണം ഉയരുമെന്ന ഭീതിജനകമായ വിവരങ്ങൾ ഇന്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. എന്താണ് മ്യാൻമറിലെയും തായ്ലൻഡിലെയും ഒക്കെ ഒടുവിലത്തെ സ്ഥിതിഗതികൾ സ്മിത? റിജിത്ത് എസ് കെ, മ്യാൻമറിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര സന്തോഷമുള്ളതല്ല. നമുക്കറിയാം, ഇന്നലെ പ്രാദേശിക സമയം 12:50 ഈ ഭൂകമ്പം ഉണ്ടാകുന്നത്. അതിനുശേഷം തുടർ ചലനങ്ങൾ ഉണ്ടായി. അത് മ്യാൻമറിലും തായ്ലൻഡിലും തലസ്ഥാനമായ ബാങ്കോക്കിൽ നിർമ്മാണത്തിലിരുന്ന ഒരു കെട്ടിടം, 30 നില കെട്ടിടം തകർന്നു വീഴുന്നത് ഉൾപ്പെടെ വലിയ രീതിയിൽ അത് പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി. ഇന്ത്യയിലും ബംഗ്ലാദേശിലുമൊക്കെ അതിൻ്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു. ഇന്നിപ്പോൾ എത്തുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് 150 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെടുത്തിട്ടുള്ളത്. 1000-ഓളം പേർ പരുക്കേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. അവിടെ വലിയൊരു വെല്ലുവിളി നേരിടുന്നത് ഈ രക്ഷാപ്രവർത്തനങ്ങൾ. അതിന് റോഡുകളെല്ലാം തകർന്നു, പാലങ്ങൾ തകർന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലേക്ക് എത്തിപ്പെടുക വളരെ ദുഷ്കരമാണ്. ഒപ്പം തന്നെ ആഭ്യന്തര കലാപം ഉൾപ്പെടെ നടക്കുന്ന ഇടമാണ്, പട്ടാള ഭരണമാണ് അവിടെ. അതിൻ്റെതായ പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് 2021 തന്നെ വലിയ രീതിയിലുള്ള ഈ ആഭ്യന്തര സംഘങ്ങൾ തമ്മിൽ ഈ പട്ടാള മേധാവി, പട്ടാള ഭരണത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരിടം കൂടിയാണ്. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം, അതോടൊപ്പം തന്നെ ഈ നാടിൻ്റെ വികസനമൊക്കെ തന്നെ വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു സമയത്താണ് അശനിപാതം പോലെ ഈ ഭൂകമ്പം ഉണ്ടായത്. ഇന്ത്യ ഉടൻ തന്നെ അടിയന്തര സഹായം പ്രഖ്യാപിച്ചിരുന്നു. ഒപ്പം തന്നെ ഇന്നലെ രാത്രി തന്നെ ഇവിടെ നിന്നുള്ള വ്യോമസേനയുടെ ഒരു വിമാനത്തിൽ 15 ടൺ അടിയന്തര വസ്തുക്കളുമായി ഇവിടെ നിന്ന് വിമാനം പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും മറ്റ് രാജ്യങ്ങളുമെല്ലാം തന്നെ സഹായം നൽകാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. സൈനിക മേധാവി എല്ലാവരോടും തന്നെ, ലോകരാജ്യങ്ങളോടെല്ലാം തന്നെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആശുപത്രികളിൽ കിടക്കുന്നവർക്ക് വേണ്ടത്ര മരുന്നില്ല, ചികിത്സയ്ക്ക് വിദഗ്ധ ഡോക്ടേഴ്സ് ഇല്ല, നഴ്സുമാരുടെ അഭാവമുണ്ട്. ആ രീതിയിലുള്ള വെല്ലുവിളികളും അവിടെയുണ്ട്. ഇന്നിപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കെട്ടിടാവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തുക, ജീവനോടെ ഉണ്ടെങ്കിൽ അവരെ ജീവനോടെ തന്നെ ചികിത്സ നൽകി രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങോട്ടേക്ക് എത്തിപ്പെടാനുള്ള രക്ഷാപ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം തായ്ലൻഡിൽ നിന്ന് വരുന്ന വിവരം 30 നില കെട്ടിടം തകർന്നു വീണു. അവിടെ വലിയ രീതിയിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മരണസംഖ്യ 150ലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ കെട്ടിടങ്ങൾക്കിടയിലൊക്കെ ഒരുപാട് പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ അവിടെ നിന്ന് പുറത്തു വരുന്നുണ്ട്. ബിജു പൗലോസ്, മലയാളിയായ ബിജു പൗലോസ്, അദ്ദേഹം മ്യാൻമറിൽ നിന്ന് അവിടെയുള്ള വിവരങ്ങൾ എന്താണ് എന്ന് പങ്കുവയ്ക്കും. ശ്രീ ബിജു പൗലോസ്, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ ഈ ഘട്ടത്തിൽ അവിടുന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് പ്രേക്ഷകരോട് സംസാരിക്കാൻ കഴിയുന്നത്? ഈ അപകടത്തിൽപ്പെട്ടവരുടെ കണക്കുകളൊക്കെ സംബന്ധിച്ച് വരുന്നത് ഒന്നുമല്ല വസ്തുത. അതിനൊക്കെ അപ്പുറത്തേക്ക് ദുരന്തമുണ്ടായി എന്ന് ഈ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായി പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും പറയുന്നുണ്ട്. എന്താണ് താങ്കൾ അവിടെ കണ്ട കാഴ്ചകൾ? കാഷ്വാലിറ്റി ഫുള്ളായിട്ട് ഒഫീഷ്യലായിട്ട് അനൗൺസ്മെന്റ് വന്നിട്ടില്ല ഇതുവരെ. ഇപ്പൊ ഇന്ത്യൻ എംബസി ആയിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എത്ര കാഷ്വാലിറ്റി ഉണ്ട്. ഇപ്പോ അറ്റ് പ്രസന്റ് ഇന്ത്യൻസിന് ഏതെങ്കിലും കാഷ്വാലിറ്റി ഉള്ളതായിട്ട് അറിയപ്പെട്ടിട്ടില്ല. ലോക്കൽ ആൾക്കാരുടെ കാഷ്വാലിറ്റി എല്ലാം ഡീറ്റെയിൽസ് ഞങ്ങൾ NGOസും ബാക്കിയുള്ളവരായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അറിയാനായിട്ട്. ഹലോ, ഈ ആശുപത്രി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്, അവിടെയുള്ള റോഡ് സംവിധാനങ്ങൾ തകർന്നിട്ടുണ്ട്, അതുപോലെ അവിടെയുള്ള കൂറ്റൻ ബഹുനില കെട്ടിടങ്ങൾ നിലംപൊത്തിയിട്ടുണ്ട്. അവിടെ ഈ ആശുപത്രിയിലേക്കൊക്കെ ആളുകളെ മാറ്റാനൊക്കെയുള്ള സൗകര്യം നമുക്കറിയാം. സ്വാഭാവികമായും ഇത്രയും വലിയൊരു ദുരന്തത്തെ അഭിമുഖീകരിക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന വെല്ലുവിളിയുണ്ട്. ആശുപത്രി സംവിധാനങ്ങൾ, ആരോഗ്യ മേഖലയൊക്കെ തകർന്നു കിടക്കുന്ന സാഹചര്യം. അതിനിടയിൽ ഈ രക്ഷാദൌത്യവും അവർക്ക് ഉറപ്പാക്കേണ്ട ചികിത്സ പോലുള്ള കാര്യങ്ങളുമൊക്കെ എത്രത്തോളം വെല്ലുവിളി ഭരണകൂടത്തിന് ഈ ഘട്ടത്തിൽ ഉയർത്തുന്നുണ്ട്? മെഡിക്കൽ NGOസും ഇവിടെ കുറെ സ്ട്രോങ് ആണ് മ്യാൻമാറില്. മെഡിക്കൽ ഫെസിലിറ്റീസ് പട്ടാള ഭരണമായാലും കുറെ പോപ്പുലേഷൻ കുറവായ കാരണം കുറെ ആക്സസിബിലിറ്റി കിട്ടുന്നുണ്ട്. ഫുൾ ഡീറ്റെയിൽസ് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല നമുക്ക്. ഇന്നലെ രാത്രി ഇലക്ട്രിസിറ്റി പ്രോബ്ലം ഉണ്ടായിരുന്നു. പൗലോസ് എന്ന മലയാളിയാണ് ആ വിവരങ്ങൾ നൽകിയത് അവിടുന്ന് മ്യാൻമറിൽ നിന്ന്. അദ്ദേഹം അവിടുത്തെ സാഹചര്യം വളരെ സങ്കീർണമാണ്. ലോക രാജ്യങ്ങളുടെയൊക്കെ സഹായം അവിടേക്ക് പ്രവഹിക്കുന്നുണ്ട്. ഇന്ത്യ 15 ടൺ സാധനങ്ങൾ പ്രാഥമികമായി ഒരു സൈനിക വിമാനത്തിൽ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്.